2025 വിപ്ലവം സൃഷ്ടിച്ച ചില ശാസ്ത്ര കണ്ടെത്തലുകളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. 2025 കെമിസ്ട്രിക്ക് നൊബേൽ സമ്മാനം കിട്ടിയത് MOF എന്ന ഒരു സാങ്കേതികവിദ്യയ്ക്കാണ്. മെറ്റൽ ഓർഗാനിക് ഫ്രെയിംവർക്ക് എന്നാണ് അതിൻ്റെ പൂർണ്ണമായ രൂപം. മരുഭൂമിയിൽ ജലം കിട്ടാൻ വളരെ പ്രയാസമാണ്. എന്നാൽ ഇതേ മരുഭൂമിയിലെ വായുവിൽ ജലത്തിൻ്റെ സാന്നിധ്യമുണ്ട്, വളരെ കുറഞ്ഞ ശതമാനത്തിലാണെന്ന് മാത്രം. ഈ ഒരു സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് വായുവിൽ അടങ്ങിയിരിക്കുന്ന ജലത്തെ നമുക്ക് ശേഖരിക്കാൻ സാധിക്കും, വലിയ അളവിൽ തന്നെ. പിന്നീട് നമുക്കത് കുടിക്കാൻ പോലും ഉപയോഗിക്കാനും കഴിയും. MOF കുറേയധികം മൈക്രോസ്കോപ്പിക് ക്രിസ്റ്റലുകളാണ്. അതിൽ അടങ്ങിയിരിക്കുന്നത് സിങ്ക്, കോപ്പർ, സിർക്കോണിയം തുടങ്ങിയ മെറ്റലുകളാണ്. ഈ മെറ്റലുകളെ പരസ്പരം യോജിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് കാർബൺ ബേസ്ഡ് മോളിക്യൂൾസാണ്. ഇങ്ങനെ കാർബൺ ബേസ്ഡ് മോളിക്യൂൾസ് ഉപയോഗിച്ചിട്ട് ഈ മെറ്റലുകളെ യോജിപ്പിക്കുന്നത് കൊണ്ട് തന്നെ അവിടെ വളരെ വലിപ്പത്തിലുള്ള സുഷിരങ്ങളുണ്ടായിരിക്കും. വളരെ വലിപ്പമെന്ന് പറയുമ്പോൾ നാനോമീറ്റർ സ്കെയിലിൽ മാത്രമാണ് ആ വലിപ്പം വരുന്നത്. അതായത് വളരെ ചെറിയ വലിപ്പമാണ്. പക്ഷേ ആ മെറ്റലുകളുടെ വലിപ്പം വെച്ച് നോക്കുമ്പോൾ ഇത് അത്യാവശ്യം വലിപ്പമുള്ള സുഷിരമാണ്. ഈ സുഷിരം നമുക്ക് പ്രത്യേകമായിട്ട് ഡിസൈൻ ചെയ്യാൻ സാധിക്കും. ജലത്തിൻ്റെ കണത്തിന് അല്ലെങ്കിൽ വാട്ടർ വേപ്പർ മോളിക്യൂൾസിന് എത്രമാത്രം വലിപ്പമുണ്ടെന്ന് നമുക്കറിയാം. ആ വലിപ്പത്തോട് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള സുഷിരങ്ങളാണ് നമ്മൾ പ്രത്യേകമായിട്ട് ഡിസൈൻ ചെയ്യുന്നതെങ്കിൽ അതുപയോഗിച്ച് ജലത്തെ ശേഖരിക്കാൻ സാധിക്കും. എങ്ങനെയാണെന്നല്ലേ, രാത്രിയിൽ ഇത്തരത്തിലുള്ള അനേകം മെറ്റൽ ക്രിസ്റ്റലുകളെ വായുവുമായിട്ട് നേരിട്ട് ഇൻ്ററാക്റ്റ് ചെയ്യാൻ സാധിക്കുന്ന സ്ഥലത്ത് കൊണ്ടുവെക്കുക. രാത്രിയിൽ അന്തരീക്ഷത്തിൽ അടങ്ങിയിരിക്കുന്ന ജലകണം പതിയെ ഈ ക്രിസ്റ്റലുകളുമായിട്ട് ഒട്ടിപ്പിടിക്കും. അതിനുശേഷം ഈ ക്രിസ്റ്റലിൻ്റെ ഉള്ളിലുള്ള അനേകം സുഷിരങ്ങളിലേക്ക് ഇത് എത്തപ്പെടും. MOF ക്രിസ്റ്റലുകളുടെ സർഫസ് ഏരിയ അത് നമ്മൾ ഊഹിക്കുന്നതിനേക്കാളൊക്കെ ഒത്തിരി വലുതാണ്. ഒരു ടീസ്പൂൺ നിറയെ MOF ക്രിസ്റ്റലുകളെ എടുക്കുക. ആ MOF ക്രിസ്റ്റലുകളുടെ മാത്രം സർഫസ് ഏരിയ ഏതാണ്ട് ഒരു ഫുട്ബോൾ ഗ്രൗണ്ടിൻ്റെ അത്രയും വരും. ഇത്രയധികം സർഫസ് ഏരിയ ഉള്ളതുകൊണ്ട് തന്നെ വളരെ കുറച്ച് MOF ക്രിസ്റ്റലിന് പോലും ഒരുപാട് ജലത്തെ ശേഖരിക്കാൻ സാധിക്കും. എന്നാൽ വളരെ കുറച്ച് ക്രിസ്റ്റലുകൾ മാത്രമല്ല, നമുക്ക് എത്രമാത്രം ജലം ആവശ്യമുണ്ടോ അത്രത്തോളം ക്രിസ്റ്റലുകളാണ് ഈ ഒരു പ്രോസസ്സിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. രാത്രിയിൽ മുഴുവനും അത് തുറസായ സ്ഥലത്തിരിക്കും. നേരം വെളുക്കുമ്പോഴും അത് അവിടെ തന്നെ ഇരിക്കും. എന്നാൽ നേരം വെളുക്കുമ്പോൾ സൂര്യപ്രകാശം അവിടെ എത്തിച്ചേരും. സൂര്യൻ്റെ ശക്തമായിട്ടുള്ള താപനില കൂടിയാകുമ്പോൾ ആ ക്രിസ്റ്റലുകളുടെ ഉള്ളിലിരിക്കുന്ന ജലം പതിയെ വെളിയിലേക്ക് വരും. എന്നാൽ എങ്ങനെയാണോ അകത്തേക്ക് കയറിയത് ആ രൂപത്തിലല്ല വെളിയിലേക്ക് വരുന്നത്. കാരണം ഇപ്പോൾ ജലത്തിൻ്റെ വലിയൊരു സാന്നിധ്യം കുറേയധികം ക്രിസ്റ്റലുകളുടെ ഉള്ളിലുണ്ട്. അവയെല്ലാം ഒന്നിച്ച് വെളിയിലേക്ക് വരുമ്പോൾ നമുക്ക് ആവശ്യമുള്ള അത്രയും ജലം ഹാർനസ് ചെയ്യാൻ സാധിക്കും. MOF ക്രിസ്റ്റലിന് മുൻപും ഇത്തരത്തിലുള്ള ക്രിസ്റ്റലുകളെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ ക്രിസ്റ്റലുകൾക്കൊന്നും മരുഭൂമിയിൽ ജലം ശേഖരിക്കാൻ സാധിച്ചിരുന്നില്ല. നല്ല രീതിയിൽ ഹ്യൂമിഡിറ്റി ഉള്ള, അതായത് അന്തരീക്ഷത്തിൽ ജലത്തിൻ്റെ സാന്നിധ്യമുള്ള സാഹചര്യത്തിൽ മാത്രമായിരുന്നു അവ ജലത്തെ കളക്ട് ചെയ്തിരുന്നത്. അങ്ങനെ ജലത്തെ കളക്ട് ചെയ്തുകൊണ്ട് കാര്യമായിട്ട് പ്രയോജനമൊന്നുമില്ല. പക്ഷേ മരുഭൂമിയിലെ ജലമാണ് നമ്മൾ ഇങ്ങനെ കളക്ട് ചെയ്യുന്നതെങ്കിൽ ശരിക്കും അക്ഷരാർത്ഥത്തിൽ തന്നെ അവിടെ വിപ്ലവമാണ് നടക്കുന്നത്. ഇത് ജലത്തെ ശേഖരിക്കാൻ വേണ്ടി മാത്രമല്ല ഉപയോഗിക്കുന്നത്, മറിച്ച് നമ്മുടെ അന്തരീക്ഷത്തിൽ അടങ്ങിയിരിക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡിനെ നമുക്ക് ശേഖരിക്കാൻ സാധിക്കും. ഓരോ വർഷം കഴിയും തോറും ഭൂമിയുടെ ആവറേജ് താപനില ഗണ്യമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ വർധനവ് തുടർന്നു പോവുകയാണെങ്കിൽ നമ്മൾ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്, പ്രകൃതി ദുരന്തങ്ങൾ ഇവിടെ ഉറപ്പായിട്ട് നടക്കും. എന്നാൽ ഈ അന്തരീക്ഷത്തിൽ അടങ്ങിയിരിക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡിനെ നമുക്ക് തിരിച്ചെടുക്കാൻ സാധിക്കുകയാണെങ്കിലോ, അതുമല്ലെങ്കിൽ ഫാക്ടറികളിൽ നിന്ന് വെളിയിലേക്ക് പുറന്തള്ളപ്പെടുന്ന കാഠിന്യമേറിയ പുകയിൽ നിന്നും കാർബൺ ഡൈ ഓക്സൈഡിനെ വേർതിരിച്ചെടുത്ത് അതിനെ ഖരരൂപത്തിലേക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുകയാണെങ്കിലോ, അതും ഇതേ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് തന്നെ സാധിക്കും. നിലവിലുള്ള സുഷിരത്തിൻ്റെ വലിപ്പം അല്പം കൂടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ സുഷിരത്തിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡിനെയും എത്തിക്കാൻ സാധിക്കും. പിന്നീട് അതിനെ ഖരരൂപത്തിലേക്ക് മാറ്റാനും കഴിയും. പുകക്കുഴലുകളുടെ ഉള്ളിൽ അല്ലെങ്കിൽ അതിനോട് ചേർന്നുള്ള മേഖലകളിൽ നമുക്ക് അനേകം ക്രിസ്റ്റലുകളെ ഉപയോഗിക്കാം. ആ ക്രിസ്റ്റലുകൾ ആവശ്യത്തിലധികം കാർബൺ ഡൈ ഓക്സൈഡിനെ അതിൻ്റെ ഉള്ളിലേക്ക് വലിച്ചെടുത്ത് നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കും. അതിനോടൊപ്പം നമുക്കും സുഖകരമായിട്ട് ഈ ഭൂമിയിൽ ജീവിക്കാൻ സാധിക്കും. എന്തെങ്കിലും അപകടത്തിലൂടെ മനുഷ്യരുടെ കയ്യോ കാലോ ഒക്കെ മുറിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നമുക്ക് ആ അവയവം കിളിച്ചു വരില്ല. പക്ഷേ സലാമാൻഡർ പോലുള്ള ചില ജീവികളിൽ കയ്യും കാലും ഒക്കെ മുറിഞ്ഞു പോയാലും ആ അവയവങ്ങൾ വീണ്ടും കിളിച്ചു വരും.
സലാമാൻഡറിന് അത് സാധിക്കുമെങ്കിൽ മനുഷ്യർക്കും അത് സാധിക്കും, അല്ലെങ്കിൽ മനുഷ്യ ശരീരത്തിലെ സെല്ലുകൾക്കും വീണ്ടും മുറിഞ്ഞുപോയ കൈകളും കാലുകളും ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമെന്നാണ് 2025 പ്രബന്ധം പറയുന്നത്. നോർത്ത് ഈസ്റ്റ് യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകരാണ് ഈ ഒരു പഠനം നടത്തിയത്. അവർ പഠനത്തിന് വേണ്ടി ഉപയോഗിച്ചത് സലാമാൻഡർ എന്ന ഒരു ജീവിയെയാണ്. നമ്മുടെ ഇന്ത്യയിൽ കാര്യമായിട്ട് സലാമാൻഡറിനെ നമുക്ക് കാണാൻ കഴിയില്ല. കണ്ടു കഴിഞ്ഞാൽ ഏതാണ്ട് അരണയുടെ രൂപമാണ്. പക്ഷേ അരണയെപ്പോലുള്ള ഒരു റെപ്റ്റൈലല്ല സലാമാൻഡർ. അതൊരു ആംഫീബിയനാണ്. തവളയെ പോലെ ഒരേ സമയത്ത് കരയിലും അതുപോലെ ജലത്തിലും കഴിയാൻ അതിന് സാധിക്കും. ഇതിൻ്റെ കൈയും കാലുമൊക്കെ മുറിഞ്ഞു മാറിക്കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ കിളിർത്തു വരികയും ചെയ്യും. സലാമാൻഡറിൻ്റെ ശരീരത്തിനുള്ളിലുള്ള റെറ്റിനോയിക് ആസിഡാണ് അതിൻ്റെ കൈയും കാലുമൊക്കെ വീണ്ടും ഉണ്ടാക്കിക്കൊണ്ടുവരുന്നത്. റെറ്റിനോയിക് ആസിഡ് എന്ന് പറഞ്ഞാൽ അത് വൈറ്റമിൻ എയുടെ ഒരു രൂപമാണ്. സലാമാൻഡറിൻ്റെ ഷോൾഡറിൻ്റെ ഭാഗമാണ് മുറിഞ്ഞു പോകുന്നതെങ്കിൽ അവിടെ കൂടുതലായിട്ട് റെറ്റിനോയിക് ആസിഡ് ഉണ്ടാകണം. കൂടുതലായിട്ട് റെറ്റിനോയിക് ആസിഡ് ഉണ്ടെങ്കിൽ ഷോൾഡർ കിളിച്ചു വരും. ഇനി കൈയുടെ ഭാഗത്താണ് മുറിഞ്ഞു പോകുന്നതെങ്കിൽ അവിടെ റെറ്റിനോയിക് ആസിഡിൻ്റെ അളവ് കുറവായിരിക്കണം. കുറവാണെങ്കിൽ ആ അവയവം വീണ്ടും കിളിർത്തു വരും. മുറിഞ്ഞു മാറുന്ന അവയവം അനുസരിച്ച് സലാമാൻഡറിന് അതിൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള റെറ്റിനോയിക് ആസിഡിൻ്റെ അളവ് കുറയ്ക്കാൻ സാധിക്കും. അതിനവയെ സഹായിക്കുന്നത് ഒരു എൻസൈമാണ്. CYP26B1 എന്നാണ് ആ എൻസൈമിൻ്റെ പേര്. ഉദാഹരണത്തിന് ഒരു സലാമാൻഡറിൻ്റെ കൈയുടെ ഭാഗം മുറിഞ്ഞു പോയെന്ന് കരുതാം. ആ കൈയുടെ ഭാഗം വീണ്ടും കിളിർത്തു വരാനായി അവിടെ റെറ്റിനോയിക് ആസിഡിൻ്റെ അളവ് കുറവായിരിക്കണം. അവിടെയുള്ള അളവ് കുറയ്ക്കാനായി CYP26B1 എന്ന എൻസൈമിന് സാധിക്കും. കൂടുതലായിട്ട് ആ എൻസൈമിനെ ഉൽപ്പാദിപ്പിക്കും. ആ എൻസൈം അവിടെയുള്ള റെറ്റിനോയിക് ആസിഡിനെ ഇല്ലാതെയാക്കും. കൈയുടെ ഭാഗത്ത് റെറ്റിനോയിക് ആസിഡിൻ്റെ അളവ് കുറയുമ്പോൾ സെല്ലുകൾക്ക് അതൊരു ഇൻഫർമേഷനാണ് നൽകുന്നത്. ആ ഇൻഫർമേഷൻ അനുസരിച്ച് സെല്ലുകൾ അവിടുത്തെ മുറിവ് ഉണക്കാൻ വേണ്ടിയല്ല ശ്രമിക്കുന്നത്, മറിച്ച് അത് പുതിയതായിട്ട് അവിടെ കൈ ഉണ്ടാക്കിയെടുക്കും. 2025 ജൂൺ മാസത്തിൽ പ്രസിദ്ധീകരിച്ചു വന്ന ഈ ശാസ്ത്രപ്രബന്ധം അനുസരിച്ച് വളരെ രസകരമായിട്ടുള്ളൊരു പരീക്ഷണമാണ് ഗവേഷകർ നടത്തിയത്. അതിനുവേണ്ടി അവരൊരു സലാമാൻഡറിനെ തിരഞ്ഞെടുത്തു. കൈയും കാലുമൊക്കെ പൂർണ്ണ ആരോഗ്യത്തോടു കൂടിയുള്ള ഒരു സലാമാൻഡറിനെയാണ് അവർ തിരഞ്ഞെടുക്കുന്നത്. അതിനുശേഷം കൈയുടെ ഭാഗത്തേക്കുള്ള എൻസൈമിൻ്റെ ഒഴുക്കിനെ അവർ ബ്ലോക്ക് ചെയ്തു. കൈയുടെ ഭാഗത്തേക്ക് എൻസൈമുകൾ കൂടുതലായിട്ട് വരാതെ ആയതോടുകൂടി അവിടെ ഉണ്ടായിരുന്ന റെറ്റിനോയിക് ആസിഡിൻ്റെ അളവ് കൂടി നിന്നു. റെറ്റിനോയിക് ആസിഡിൻ്റെ അളവ് കൈയുടെ ഭാഗത്ത് കൂടുതലാണെങ്കിൽ അവിടെയുള്ള സെല്ലുകൾക്ക് അതൊരു നിർദ്ദേശമാണ് കൊടുക്കുന്നത്, കൂടുതലായിട്ട് കൈ ഉൽപ്പാദിപ്പിച്ചെടുക്കുക. പക്ഷേ ഓൾറെഡി അവിടെ കൈ ഉണ്ട്. ശരിക്കും സെല്ലുകളൊന്ന് കൺഫ്യൂസ്ഡായി. പക്ഷേ അത്ഭുതകരമായിട്ടുള്ളൊരു പ്രതിഭാസവും അവിടെ നടന്നു. ആ സെല്ലുകൾ പുതിയതായിട്ട് ഒരു കൈ കൂടി ഉണ്ടാക്കിയെടുത്തു. ഓൾറെഡി കൈയുണ്ട്, ആ കൈ കൂടാതെ അഡീഷണലായിട്ട് ഒരു കൈ കൂടി ഉണ്ടാക്കിയെടുത്തു. ഇതെങ്ങനെയാണ് ശരിക്കും മനുഷ്യർക്ക് പ്രയോജനമാകുന്നത്? സലാമാൻഡറിൻ്റെ ശരീരത്തിലുള്ളതുപോലെ തന്നെ റെറ്റിനോയിക് ആസിഡ് മനുഷ്യരുടെ ശരീരത്തിലുമുണ്ട്. അതുപോലെ എൻസൈം CYP26B1 മനുഷ്യ ശരീരത്തിലുണ്ട്. ഇത് രണ്ടും ഉണ്ടായിട്ടും കൈയും കാലും ഒക്കെ മുറിഞ്ഞു മാറിയാലും നമുക്കെന്തുകൊണ്ട് പുതിയൊരു കൈയും കാലും ഉണ്ടാകുന്നില്ല? അതിൻ്റെ കാരണം നമ്മുടെ സെല്ലുകളുടെ പ്രത്യേകതയാണ്. ശരീരം ഒന്ന് മുറിഞ്ഞു കഴിഞ്ഞാൽ ആ ശരീരത്തിൻ്റെ ആ മുറിവുള്ള ഭാഗത്തെ സെല്ലുകൾ ശരിക്കും പാനിക്ഡ് ആകും. എത്രയും പെട്ടെന്ന് ആ സുഷിരം അടയ്ക്കാൻ വേണ്ടിയിട്ടാണ് അവർ ശ്രമിക്കുന്നത്. അല്ലെങ്കിൽ വെളിയിൽ നിന്നുള്ള ബാക്ടീരിയകളൊക്കെ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള പാനിക്ഡ് ആയിട്ടുള്ള ഒരു മെക്കാനിസമാണ് അവിടെ നടക്കുന്നത്. പക്ഷേ ഈ സെല്ലുകളെ പാനിക്ഡ് ആക്കാതെ സലാമാൻഡറിൻ്റെ സെല്ലുകളെ പോലെ തന്നെ കൂളാക്കാൻ കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആ സെല്ലുകൾക്ക് വീണ്ടും നമ്മുടെ നഷ്ടപ്പെട്ട ശരീര അവയവത്തെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമെന്ന് ഈ പ്രബന്ധത്തിലൂടെ പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഭാവിയിൽ നമുക്ക് അത്ഭുതങ്ങൾ പ്രതീക്ഷിക്കാം. ഒരു കൈയും കാലുമൊക്കെ മുറിഞ്ഞില്ലാതെയായാലും ആക്സിഡൻറ്റുകളിലൂടെ ഗുരുതരമായിട്ടുള്ള പരിക്കുകളേറ്റാലും പൂർണ്ണ ആരോഗ്യവാനായിട്ട് ആ വ്യക്തിക്ക് തുടർന്നും ജീവിക്കാൻ കഴിയും. ആർട്ടിഫിഷ്യലായിട്ടുള്ള അല്ലെങ്കിൽ മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഗർഭപാത്രത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എങ്കിൽ അതും യാഥാർത്ഥ്യമായിരിക്കുന്നു. 2025 ഏതാനും ഗവേഷകർ ആർട്ടിഫിഷ്യലായിട്ടുള്ള ഒരു വൂം ഉണ്ടാക്കി. ഒരു ഗർഭപാത്രം ഉണ്ടാക്കിയെന്ന് മാത്രമല്ല, 22 മുതൽ 23 ആഴ്ച വരെ കുഞ്ഞിനെ ചുമക്കാനും ആ ഗർഭപാത്രത്തിന് സാധിച്ചു. ഇതൊരു ട്രയൽ വേർഷൻ മാത്രമായിരുന്നു. ഈ ഗർഭപാത്രത്തിന് എക്സ്റ്റെൻഡ് എന്നാണ് പേരിട്ടിരിക്കുന്നത്. 23 ആഴ്ചകൾക്ക് ശേഷം, അതായത് ഏകദേശം 5 മാസങ്ങൾക്ക് ശേഷം ആ കുഞ്ഞിനെ പുറത്തെടുക്കാൻ സാധിച്ചു. അതിൻ്റെ അർത്ഥം അതൊരു പരാജയമായിരുന്നു എന്നല്ല. 5 മാസത്തേക്ക് മാത്രം ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ട്രയൽ വേർഷൻ മാത്രമായിരുന്നു.
ഇതിനു മുമ്പും ഇതിന് സമാനമായിട്ടുള്ള ചില പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിലും അതൊന്നും അത്ര വിജയമായിരുന്നില്ലെന്ന് മാത്രമല്ല, ചരിത്രത്തിൽ ആദ്യമായി FDA അപ്രൂവൽ കിട്ടിയിട്ടുള്ള ഒരു ട്രയൽ പരീക്ഷണം കൂടിയായിരുന്നു ഇത്. കാര്യങ്ങൾ ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ ആർട്ടിഫിഷ്യൽ ഗർഭപാത്രത്തിലൂടെ ഉണ്ടായി വന്ന കുഞ്ഞുങ്ങളെയും നമുക്ക് ഇനി കാണേണ്ടി വരും. എന്തെങ്കിലും തരത്തിലുള്ള അഡിക്ഷൻസ് ഇല്ലാത്ത ആളുകൾ വളരെ കുറവായിരിക്കും. ചിലർക്ക് നല്ല ഭക്ഷണത്തോട് അഡിക്ഷൻ കാണും, ഐസ്ക്രീമിനോട് അഡിക്ഷനുള്ള ആളുകളുണ്ട്, നല്ല സിനിമകളോട് അഡിക്ഷനുള്ള ആളുകളുണ്ട്. ഇതിനെല്ലാം ഉപരി മദ്യത്തോടും സിഗരറ്റിനോടും അതുപോലെ ഡ്രഗ്സിനോടുമൊക്കെ അഡിക്ഷനുള്ള അനേകം ആളുകളുണ്ട്. ശാസ്ത്രീയമായിട്ട് സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു ടെക്നോളജിയിലൂടെ ആ അഡിക്ഷൻ നമുക്ക് ഒഴിവാക്കാൻ കഴിഞ്ഞാലോ? അതിനുവേണ്ടി നമ്മുടെ ശരീരത്തിൽ ഒരു സ്മാർട്ട് പാച്ച് മാത്രം ഘടിപ്പിച്ചാൽ മതി. നമുക്ക് എന്തെങ്കിലും ഒരു വസ്തുവിനോട് അഡിക്ഷൻ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഒരു ക്രേവിംഗ് തോന്നുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലെ വേർപ്പ് മുകുളങ്ങൾ കൂടുതലായി പ്രവർത്തിക്കും. ഹൃദയമിടിപ്പ് കുറച്ചുകൂടെ ത്വരിതഗതിയിലാകും, രക്തം കുറച്ചുകൂടെ വേഗതയിൽ പമ്പ് ചെയ്യാൻ തുടങ്ങും. ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ പാച്ചിന് ഡിറ്റക്റ്റ് ചെയ്യാൻ സാധിക്കും. പാച്ചിന് ഡിറ്റക്റ്റ് ചെയ്യാൻ സാധിക്കുമെന്ന് മാത്രമല്ല, നമ്മുടെ നെർവസ് സിസ്റ്റത്തിലേക്ക് ഒരു തെറാപ്യൂട്ടിക് ഇലക്ട്രിക്കൽ സിഗ്നൽ പോലും ഇതിന് കൊടുക്കാൻ സാധിക്കും. ആ സിഗ്നൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അപ്പോൾ ഉണ്ടാകുന്ന ആ ക്രേവിങ്സിനെ പിടിച്ചു നിർത്താൻ സാധിക്കും. അതിലൂടെ അഡിക്റ്റഡ് ആയിട്ടുള്ള ആ ഒരു പ്രോസസ്സ് ചെയ്യാതിരിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കും. ചൊവ്വാഗ്രഹത്തിൽ മുൻപ് ജീവിച്ചിരുന്ന അന്യഗ്രഹ ജീവികൾ അല്ലെങ്കിൽ ചൊവ്വാഗ്രഹത്തിൻ്റെ പ്രതലത്തിനുള്ളിൽ ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന അന്യഗ്രഹ ജീവികൾ, ഇതൊക്കെ എപ്പോഴും ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ്. എന്നാൽ 2025 നാസയ്ക്ക് വളരെ നിർണായകമായിട്ടുള്ള ഒരു തെളിവ് കിട്ടി. അത് 2025 സെപ്റ്റംബർ മാസത്തിൽ നേച്ചർ മാഗസിനിൽ പ്രസിദ്ധീകരിച്ചു വരികയും ചെയ്തു. പെർസിവറൻസ് ജസീറ കേട്ടലിൽ കഴിഞ്ഞ കുറേയധികം നാളുകളായിട്ട് പര്യവേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ചൊവ്വാഗ്രഹത്തിലെ ഒരു വലിയ ക്രേറ്റർ അല്ലെങ്കിൽ ഒരു ഗർത്തമാണ് ജസീറ ക്രേറ്റർ. ആ ക്രേറ്ററിൻ്റെ ഉള്ളിൽ നിന്നും ഒരു പാറ കിട്ടി. ചെയാവ ഫാൾസ് എന്നാണ് ആ പാറയുടെ പേര്. ആ പാറയാണ് ശക്തമായിട്ടുള്ള ഒരു ഏലിയൻ ബയോസിഗ്നേച്ചറായിട്ട് പിന്നീട് മാറിയത്. പിന്നീടത് മാറിയെന്ന് മാത്രമല്ല, കൂടുതൽ പഠനത്തിനു വേണ്ടി അതിപ്പോൾ കളക്ട് ചെയ്തിട്ടുണ്ട് പെർസിവറൻസ് റോവർ. അധികം വൈകാതെ അത് ഭൂമിയിലേക്ക് ലോഞ്ച് ചെയ്യുകയും ചെയ്യും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കയ്യിലേക്ക് കിട്ടുകയാണ് ഏറ്റവും ശക്തമായിട്ടുള്ള ഏലിയൻ്റെ തെളിവ്. കൂടുതൽ പഠനങ്ങൾ നടത്തുന്നതിലൂടെ ചുരുളഴിയാതെ കിടക്കുന്ന പല രഹസ്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്താണ് ശരിക്കും ഈ ബയോസിഗ്നേച്ചർ? വളരെ ഡീറ്റെയിൽ ആയിട്ട് ഈ കണ്ടെത്തൽ വന്ന സമയത്ത് തന്നെ ഈ ചാനലിൽ ഞാൻ വീഡിയോ ആയിട്ട് ചെയ്തിരുന്നു. ആ വീഡിയോയുടെ ലിങ്ക് ഞാനിവിടെ കൊടുക്കുന്നില്ല. അതിൻ്റെ വളരെ പ്രസക്തമായിട്ടുള്ള ഭാഗങ്ങൾ ഈ വീഡിയോയിൽ ഞാനിപ്പോൾ കൂട്ടിച്ചേർക്കുന്നു. അത് കണ്ടിട്ട് നമുക്ക് അടുത്ത ഫാക്റ്റിലേക്ക്, അടുത്ത കണ്ടെത്തലിലേക്ക് പോകാം. 2020 ജൂലൈ മാസം 30-ാം തീയതിയാണ് ചൊവ്വാഗ്രഹത്തിലേക്ക് നാസ പെർസിവറൻസിനെ ലോഞ്ച് ചെയ്യുന്നത്. തൊട്ടടുത്ത വർഷം, അതായത് 2021 ഫെബ്രുവരി മാസം 18-ാം തീയതി അതവിടെ കൃത്യമായിട്ട് ലാൻഡ് ചെയ്യുകയും ചെയ്തു. ചൊവ്വാഗ്രഹത്തിൽ സ്ഥിതി ചെയ്യുന്ന ജസീറോ ക്രൈറ്റർ എന്ന് പറയുന്ന വിശാലമായ ഒരു ഗർത്തത്തിലേക്കായിരുന്നു പെർസിവറൻസ് അന്ന് ലാൻഡ് ചെയ്തത്. കൃത്യമായിട്ട് ആ ഗർത്തത്തിൻ്റെ ഉള്ളിൽ തന്നെ ലാൻഡ് ചെയ്യാൻ ഒരു കാരണമുണ്ട്. നിലവിലുള്ള ശാസ്ത്രീയ തിയറികളുടെ അടിസ്ഥാനത്തിൽ വർഷങ്ങൾക്ക് മുൻപ് ആ ഗർത്തം ഒരു ഗർത്തമല്ലായിരുന്നു, അവിടെ ഒരു പുഴ ഒഴുകിയിരുന്നു. അവിടെ അനേകം ജീവജാലങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് കൃത്യം അവിടെ തന്നെ പെർസിവറൻസ് ലാൻഡ് ചെയ്തത്. 2024 ജൂലൈ മാസത്തിൽ പെർസിവറൻസ് വളരെ വിചിത്രമായിട്ടുള്ള ഒരു പാറയുടെ സമീപത്തെത്തി. ലെപ്പേർഡ് സ്പോട്ട്സ് എന്ന പേരിലാണ് ആ പാറ അറിയപ്പെടുന്നത്. പേരിൽ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഒരു ലെപ്പേർഡിൻ്റെ ദേഹത്ത് കാണുന്നത് പോലുള്ള പുള്ളികൾ വളരെയധികം ആ പാറപ്പുറത്ത് കാണാൻ സാധിക്കുമായിരുന്നു. ആ പാറയ്ക്ക് ചിയാവ ഫോൾസ് എന്ന ഒരു പേര് കൂടിയുണ്ട്. പെർസിവറൻസിന് സ്വന്തമായിട്ട് പഠനങ്ങൾ നടത്താൻ സാധിക്കും. അത് ചലിക്കുന്ന ഒരു ലബോറട്ടറിയാണ്. മാത്രമല്ല, അവിടെ നിന്നും പല സാമ്പിളുകൾ കളക്ട് ചെയ്ത് ട്യൂബുകളിലാക്കി ചൊവ്വയുടെ പ്രതലത്തിൽ തന്നെ അത് നിക്ഷേപിച്ചിട്ടുമുണ്ട്. ഭാവിയിൽ നാസ അതൊക്കെ കളക്ട് ചെയ്ത് ഭൂമിയിലേക്ക് കൊണ്ടുവരികയും വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള പഠനങ്ങൾ നടത്തുകയും ചെയ്യും. പെർസിവറൻസ് നേരിട്ട് ചൊവ്വാഗ്രഹത്തിൽ നടത്തിയിട്ടുള്ള ഒരു പഠനത്തിൻ്റെ ഫലമാണ് നാസ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. പെർസിവറൻസിൽ അനേകം ടൂളുകൾ അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റുകൾ ഘടിപ്പിച്ചിട്ടുണ്ട്. അതിൽ തന്നെ അമൂല്യമായിട്ടുള്ള 2 ടൂളുകളുടെ സഹായത്താലാണ് ഈ കണ്ടുപിടുത്തം നടത്താൻ പെർസിവറൻസിന് സാധ്യമായത്. നിങ്ങൾ ഷെർലോക്ക് ഹോംസിനെ കുറിച്ചും ഡോക്ടർ വാട്സനെ കുറിച്ചും കേട്ടിട്ടുണ്ടായിരിക്കും. 2 പേരും ഫിക്ഷണൽ ക്യാരക്ടേഴ്സാണ്. എത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കേസ് ആണെങ്കിൽ പോലും ഇവർ 2 പേരും ഒന്നിച്ചു കഴിഞ്ഞാൽ വളരെ അനായാസമായിട്ട് അത് തെളിയിക്കാൻ സാധിക്കും. പെർസിവറൻസിലും ഒരു ഷെർലോക്ക് ഹോംസും ഒരു ഡോക്ടർ വാട്സണുമുണ്ട്. കംപ്ലീറ്റ്ലി അതിൻ്റെ പേര് അങ്ങനെ തന്നെയല്ല, ഷെർലോക്ക് എന്നും വാട്സൺ എന്നുമാണ്. ഷെർലോക്കിനെ സഹായിക്കാൻ വേണ്ടിയുള്ള മറ്റൊരു ഇൻസ്ട്രുമെൻ്റാണ് വാട്സൺ.
ഷെർലോക്കിൻ്റെ പൂർണ്ണമായിട്ടുള്ള രൂപം സ്കാനിങ് ഹാബിറ്റബിൾ എൻവയോൺമെൻറ്റ്സ് വിത്ത് റാമൻ ആൻഡ് ലുമിനസെൻസ് ഓഫ് ഓർഗാനിക്സ് ആൻഡ് കെമിക്കൽസ് എന്നാണ്. പെർസിവറൻസിൻ്റെ റോബോട്ടിക് ആമിലാണ് ഈ ഇൻസ്ട്രുമെൻ്റ് ഘടിപ്പിച്ചിരിക്കുന്നത്. അതിൽ അനേകം സെൻസറുകളും ലേസറുകളും സ്പെക്ട്രോമീറ്ററുകളും ക്യാമറകളുമുണ്ട്. ഈ ഇൻസ്ട്രുമെൻറ്റിൻ്റെ സഹായത്താലാണ് ലെപ്പേർഡ് സ്പോട്ടിൽ കാർബണിൻ്റെ സാന്നിധ്യമുണ്ടെന്ന് കണ്ടെത്തിയത്. ജീവൻ്റെ അടിസ്ഥാനമായിട്ടുള്ള അതിൻ്റെ ബിൽഡിംഗ് ബ്ലോക്കാണ് കാർബൺ. ഷെർലോക്കിനെ വാട്സണും സഹായിച്ചിട്ടുണ്ട്. വാട്സൺ ഒരു മാഗ്നിഫൈയിങ് ഗ്ലാസ് പോലെയാണ്. വളരെയധികം സൂം ചെയ്ത് വളരെയധികം ചെറിയ മില്ലിമീറ്റർ സ്കെയിലുള്ള പാറ്റേണുകൾ കണ്ടെത്താൻ സാധിക്കും. ലെപ്പേർഡ് സ്പോട്ടിൽ അടങ്ങിയിരിക്കുന്ന പാറ്റേണുകൾ കൃത്യമായിട്ട് വാട്സൺ മനസ്സിലാക്കിയിട്ടുണ്ട്. വാട്സൻ്റെ പൂർണ്ണമായിട്ടുള്ള രൂപം വൈഡ് ആംഗിൾ ടോപ്പോഗ്രഫിക് സെൻസർ ഫോർ ഓപ്പറേഷൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് എന്നാണ്. മറ്റൊരു ഇൻസ്ട്രുമെൻ്റാണ് പിക്സൽ അല്ലെങ്കിൽ പ്ലാനറ്ററി ഇൻസ്ട്രുമെൻറ്റ് ഫോർ എക്സ്റേ ലിതോകെമിസ്ട്രി. ഈ ഇൻസ്ട്രുമെൻറ്റും റോബോട്ടിക് ആമിൻ്റെ ഭാഗമാണ്. ഇതിൽ എക്സ്റേ സ്പെക്ട്രോമീറ്റർ ഉണ്ട്. അതിൻ്റെ സഹായത്താൽ വ്യത്യസ്തമായിട്ടുള്ള അനവധി കോമ്പൗണ്ടുകളുടെ സാന്നിധ്യം മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഇൻസ്ട്രുമെൻ്റാണ് ഇപ്പോൾ അയണിൻ്റെയും ഫോസ്ഫറസിൻ്റെയും സൾഫറിൻ്റെയും സാന്നിധ്യം കണ്ടെത്തിയിരിക്കുന്നത്. ഈ എലമെൻറ്റുകളെ വ്യത്യസ്തമായിട്ടുള്ള 2 കോമ്പൗണ്ടുകളുടെ രൂപത്തിലാണ് അവിടെ കണ്ടെത്തിയിരിക്കുന്നത്. അയൺ ഫോസ്ഫേറ്റും അയൺ സൾഫൈഡും. വിവിയനൈറ്റ് എന്നും ഗ്രെഗേറ്റ് എന്നും ഇവയ്ക്ക് പേരുണ്ട്. ഇതേ കോമ്പൗണ്ടുകളെ നമുക്കിങ്ങ് ഭൂമിയിലും കാണാൻ സാധിക്കും. വളരെയധികം കുറഞ്ഞ അളവിൽ മാത്രം ഓക്സിജനുള്ള ഒരു പരിസ്ഥിതിയിലാണ് ഇവയെ നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത്. എന്നാൽ അവിടെയും ജീവജാലങ്ങളുണ്ട്, ഓക്സിജൻ ആവശ്യമില്ലാത്ത ജീവജാലങ്ങൾ. ഭൂമിയിൽ അത്തരത്തിലുള്ള മൈക്രോബുകളെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ആ മൈക്രോബുകൾ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ചില ബൈ പ്രോഡക്റ്റുകൾ കൂടി ഉണ്ടാക്കുന്നുണ്ട്. അത്തരത്തിലുണ്ടാക്കുന്ന ബൈ പ്രോഡക്റ്റുകളാണ് അയൺ സൾഫൈഡും അയൺ ഫോസ്ഫേറ്റും. മൈക്രോബ്സിന് അല്ലെങ്കിൽ ജീവജാലങ്ങൾക്ക് മാത്രമാണോ ഈ 2 കോമ്പൗണ്ടുകളെ ഉണ്ടാക്കാൻ സാധിക്കുന്നത്? അല്ല. വളരെയധികം ഉയർന്ന താപനിലയിലും വളരെയധികം ഉയർന്ന ആസിഡിൻ്റെ സാന്നിധ്യമുള്ള സ്ഥലങ്ങളിലും ഈ 2 കോമ്പൗണ്ടുകളും ഉണ്ടാവാറുണ്ട്. എന്നാൽ നമ്മൾ ഇത് രണ്ടും കണ്ടെത്തിയിരിക്കുന്നത് തീർത്തും വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്ഥലത്ത് നിന്നാണ്. അതിൻ്റെ പരിസരത്തെങ്ങും ഒരു രീതിയിലുള്ള വോൾക്കാനോസിൻ്റെ സാന്നിധ്യവും നമ്മൾ കണ്ടെത്തിയിട്ടില്ല. മാത്രമല്ല ആ പ്രദേശം നല്ല രീതിയിൽ തണുത്തതാണ്. അവിടുത്തെ താപനിലയ്ക്ക് ഒരിക്കലും ഈ 2 കോമ്പൗണ്ടുകളെ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്നതല്ല. മാത്രമല്ല ഇതേ മേഖലയിലൂടെ വർഷങ്ങൾക്ക് മുമ്പ് നദി ഒഴുകിയിരുന്നു. അതിൻ്റെ അർത്ഥം അവിടെ മൈക്രോബ്സിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നല്ലേ? അത് നമുക്ക് അതേപടി അങ്ങ് തർപ്പിച്ച് പറയാൻ സാധിക്കില്ല. ശാസ്ത്രത്തിന് ശാസ്ത്രീയമായിട്ടുള്ള ഒരുപാട് രീതികളും മാനദണ്ഡങ്ങളുമുണ്ട്. അതങ്ങനെ തന്നെ പാലിച്ചാൽ മാത്രമേ നമുക്ക് തർപ്പിച്ച് പറയാൻ സാധിക്കൂ. മനുഷ്യന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരുപാട് ബാക്ടീരിയകളുണ്ട്. ചില ബാക്ടീരിയകളൊക്കെ മനുഷ്യരെ കൊല്ലുകയും ചെയ്യും. ബാക്ടീരിയകൾ കാരണം മരിക്കുന്ന ആളുകളുടെ എണ്ണം വളരെ കൂടുതലാണ്. നമ്മളതിന് പ്രതിവിധിയും കണ്ടെത്താറുണ്ട്, ചില ആൻറ്റിബയോട്ടിക്കുകൾ. ആ ആൻറ്റിബയോട്ടിക്കുകൾ ഉപയോഗിച്ച് നമുക്ക് ബാക്ടീരിയകളെ നമുക്ക് നിർവീര്യമാക്കാം. പക്ഷേ എല്ലാ ബാക്ടീരിയയും അങ്ങനെ നിർവീര്യമാക്കാൻ സാധിക്കില്ല. എല്ലാ ഡ്രഗ്സുമായിട്ടും പൊരുതി ജയിക്കാൻ കഴിയുന്ന ചില പ്രത്യേക ബാക്ടീരിയകളുണ്ട്. നമ്മളതിനെ സൂപ്പർ ബഗ്സ് എന്ന് പറയും. പക്ഷേ ഇപ്പോൾ ഒരു കൂട്ടം ഗവേഷകർ 2025 ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്താൽ ഡീപ്പ് ലേണിങ്ങിൻ്റെ സഹായത്താൽ ഒരു ആൻറ്റിബയോട്ടിക് ഡ്രഗ് കണ്ടെത്തി. ആ ആൻറ്റിബയോട്ടിക് ഡ്രഗ് ഉപയോഗിച്ചിട്ട് പല സൂപ്പർ ബഗ്സിനെയും നശിപ്പിക്കാൻ സാധിക്കും. ഈ പരീക്ഷണത്തിനു വേണ്ടി ലക്ഷക്കണക്കിന് കെമിക്കൽ കോമ്പൗണ്ടുകളുടെ വ്യത്യസ്തമായിട്ടുള്ള കോമ്പിനേഷനുകളാണ് ഉപയോഗിച്ചത്. ഈ കോമ്പിനേഷനുകളിൽ നിന്നും ഏറ്റവും സ്യൂട്ടബിളായിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് തിരഞ്ഞെടുത്തു. ഇത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കൊണ്ട് മാത്രം കഴിയുന്ന ഒരു പ്രക്രിയയാണ്. മനുഷ്യർ നേരിട്ടാണ് ഇത് ചെയ്യാൻ പോകുന്നതെങ്കിൽ അതിന് നമ്മൾ 100 കണക്കിന് വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വരും. അന്തരീക്ഷത്തിൽ അടങ്ങിയിരിക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡിനെ വലിച്ചെടുക്കുന്ന MOF സാങ്കേതികവിദ്യയെക്കുറിച്ച് ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു. നൊബേൽ പുരസ്കാരം പോലും അതിന് ലഭിച്ചു. എന്നാൽ ആ ഒരു മാർഗത്തിലൂടെ മാത്രമല്ല നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡിനെ വലിച്ചെടുക്കാൻ കഴിയുന്നത്. വേറെയും സാങ്കേതികവിദ്യ ഈ 2025 തന്നെ വന്നിട്ടുണ്ട്. ഏതാനും ചില ഗവേഷകർ ചേർന്ന് മരുഭൂമിയിൽ സോളാർ പാനലുകൾ ഉപയോഗിച്ചിട്ടാണ് കാർബൺ ഡൈ ഓക്സൈഡിനെ വലിച്ചെടുത്തത്. ചുരുക്കത്തിൽ നമ്മുടെ മുൻപിലുള്ളത് ഒരു ശുഭസൂചനയാണ്. മനുഷ്യർ തന്നെ നശിപ്പിക്കുന്ന ഈ പ്രകൃതിയെ മെരുക്കാൻ അല്ലെങ്കിൽ അതിനെ അതിൻ്റെ സ്വാഭാവികമായിട്ടുള്ള അവസ്ഥയിലേക്ക് തിരികെ കൊണ്ടുവരാൻ മനുഷ്യനെ കൊണ്ട് തന്നെ സാധിക്കും. 2025 ISROയുടെ കൂടി ഒരു വർഷമായിരുന്നു. 2025 ജനുവരി മാസത്തിലാണ് ISRO സ്പേഡസ് മിഷൻ വിക്ഷേപിക്കുന്നത്.
ഇതിൽ 2 സാറ്റലൈറ്റുകളാണ് ഉണ്ടായിരുന്നത്. 2 സാറ്റലൈറ്റുകളും അങ്ങ് സ്പേസിൽ എത്തിച്ചേർന്നതിന് ശേഷം ഇത് രണ്ടും പരസ്പരം ഡോക്ക് ചെയ്തു. അതായത് രണ്ടും പരസ്പരം കൂട്ടിമുട്ടി. അങ്ങനെ കൂട്ടിമുട്ടിക്കുന്നത് വളരെ പ്രയാസമുള്ളൊരു പ്രോസസ്സാണ്. കാരണം രണ്ടും ശക്തമായിട്ടുള്ള വേഗതയിൽ സഞ്ചരിക്കുകയാണ്. രണ്ടിൻ്റെ വേഗത തുല്യമായിരിക്കണം. അതിനുശേഷം അത് പരസ്പരം കൃത്യമായിട്ടുള്ള വേഗതയിൽ ഒന്ന് ചേരുകയും വേണം. അങ്ങനെ കൃത്യമായിട്ട് ഒന്ന് ചേരുന്ന ഒരു പ്രോസസ്സായിരുന്നു അത്. അതിനെയാണ് നമ്മൾ ഡോക്കിംഗ് എന്ന് പറയുന്നത്. ഈ ഡോക്കിങ്ങിന് ഒരുപാട് പ്രാധാന്യമുണ്ട്, പ്രത്യേകിച്ചും ഇന്ത്യയെപ്പോലുള്ള ഒരു രാജ്യത്തിന്. ഭാവിയിൽ സ്വന്തമായിട്ടൊരു സ്പേസ് സ്റ്റേഷൻ ഉണ്ടാക്കിയെടുക്കാനുള്ള ദൗത്യത്തിലാണ് ഇന്ത്യ. അതിൻ്റെ ഒരു ട്രയൽ വേർഷൻ മാത്രമായിരുന്നു സ്പേഡെക്സ്. സ്പേസ് സ്റ്റേഷനെ അപ്പാടെ ഉണ്ടാക്കി നേരെ സ്പേസിലേക്ക് എത്തിക്കാനൊന്നും സാധിക്കില്ല. അതിൻ്റെ പല പല ഭാഗങ്ങളെ ഓരോ സാറ്റലൈറ്റുകളായിട്ട് അല്ലെങ്കിൽ ഓരോ സ്പേസ് ക്രാഫ്റ്റുകളായിട്ട് വേണം നമ്മൾ സ്പേസിലേക്ക് വിക്ഷേപിക്കാൻ. സ്പേസിൽ എത്തിച്ചേർന്നതിന് ശേഷം വേണം ഇതെല്ലാം പരസ്പരം കൂട്ടിമുട്ടി ഒരൊറ്റ വലിയ സ്പേസ് സ്റ്റേഷനായിട്ട് മാറാൻ. അതിൻ്റെ ഭാഗമായിട്ടാണ് സ്പേഡെക്സ് മിഷൻ നടത്തിയത്. അതൊരു വലിയ വിജയമായിരുന്നു. സ്പേസ് ഡോക്കിംഗ് എക്സ്പെരിമെൻറ്റ് വിജയകരമായിട്ട് നടപ്പിലാക്കിയ 4ാമത്തെ രാജ്യമായി ഇന്ത്യ മാറി. ശാസ്ത്രത്തിൻ്റെയും സാങ്കേതികവിദ്യയുടെയും ഒക്കെ മുന്നേറ്റം പറയുമ്പോൾ ഉറപ്പായിട്ടും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനുണ്ടായ മാറ്റം കൂടി പറയേണ്ടി വരും. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണല്ലോ നാളത്തെ ഭാവിയെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്നത്. ആ AI-യിലും 2025 നിർണായകമായിട്ടുള്ള ഒരു കുതിച്ചുചാട്ടം സംഭവിച്ചിട്ടുണ്ട്. സാധാരണഗതിയിൽ നമ്മൾ ഒരു AI ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നത് എങ്ങനെയാണ്? എന്തെങ്കിലും ഒരു പ്രോംപ്റ്റ് കൊടുക്കും, അപ്പോൾ അത് തിരിച്ച് ഒരു ഇമേജ് ആയിട്ടോ ഒരു വീഡിയോ ആയിട്ടോ അല്ലെങ്കിൽ ടെക്സ്റ്റ് ആയിട്ടോ റെസ്പോണ്ട് ചെയ്യും. എന്നാൽ ഒരു ജോലി തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ചെയ്യുകയാണെങ്കിലോ, ഉദാഹരണത്തിന് ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്യുക അല്ലെങ്കിൽ നമ്മളുണ്ടാക്കിയ ഒരു കോഡിൻ്റെ ടെസ്റ്റിംഗ് നടത്തുക. ഇത് സാധാരണഗതിയിൽ ഒരു AI-ക്ക് ചെയ്യാൻ സാധിക്കുമായിരുന്നില്ല. എന്നാൽ 2025 മുതൽ അത് യാഥാർത്ഥ്യമായി. ജെമിനി 3-ഉം ഓപ്പൺ AI-യുടെ O സീരീസും 2025 തന്നെ ഏജൻറ്റിക് AI പബ്ലിഷ് ചെയ്തു. 2025 ഫിസിക്സിൻ്റെ നൊബേൽ പ്രൈസ് കിട്ടിയത് മാക്രോസ്കോപ്പിക് ക്വാണ്ടം ടണലിങ്ങിനാണ്. ഫലപ്രഖ്യാപനം നടന്ന ആ സമയത്ത് തന്നെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ഇതിനെക്കുറിച്ച് ഞാൻ ചെയ്തതാണ്. അതിൻ്റെ വളരെ പ്രസക്തമായിട്ടുള്ള ഭാഗങ്ങൾ ഇപ്പോൾ ഞാനിവിടെ കൂട്ടിച്ചേർക്കാം. നമുക്കൊരു കഥയിലൂടെ പറഞ്ഞു തുടങ്ങാം. ഞാനൊരു ജയിൽ പുള്ളിയാണെന്ന് കരുതുക. എനിക്ക് ജയിൽ ചാടാൻ ഒരു സുവർണ അവസരമാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. എൻ്റെ മുൻപിൽ ഒരു വലിയ മതിൽ മാത്രം, ചുറ്റുവട്ടത്ത് ആരുമില്ല. ആ മതിലൊന്ന് ചാടിക്കടന്നാൽ എനിക്ക് ആ ജയിലിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും. മതിൽ ചാടിക്കടക്കാൻ ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കുന്നുണ്ട്. മുകളിലേക്ക് ആഞ്ഞാഞ്ഞ് ഞാൻ ചാടിക്കൊണ്ടേയിരിക്കുകയാണ്. എന്നാൽ മതിലിൻ്റെ അപ്പുറത്തേക്ക് എനിക്ക് പോകാൻ സാധിക്കുന്നില്ല. ഒരു 90% അടുത്ത് വരെ എത്തുന്നുണ്ട്. ഒരു 10% കൂടെ മുകളിലേക്ക് ചാടാൻ സാധിച്ചിരുന്നെങ്കിൽ വളരെ അനായാസമായിട്ട് എനിക്ക് മതിൽ ചാടിക്കടക്കാൻ സാധിക്കും. പക്ഷേ അത് സാധ്യമാകുന്നില്ല. ഇനി ഒരു കാര്യം സങ്കല്പിക്കുക. ഞാനൊരു ജയിൽ പുള്ളി മാത്രമല്ല, മറിച്ച് ഒരു മന്ത്രവാദി കൂടിയാണ്. മുകളിലേക്ക് ആഞ്ഞു ചാടുന്നു. അതിനുശേഷം ഞാൻ ആ മന്ത്രം ഉരുവിടുന്നു. മന്ത്രം ഉരുവിട്ടതിന് ശേഷം അവിടെ നിന്ന് ഞാൻ പെട്ടെന്ന് അപ്രത്യക്ഷനാകുകയാണ്. പിന്നീട് പ്രത്യക്ഷനാകുന്നത് മതിലിൻ്റെ അപ്പുറത്താണ്. മതിലിൻ്റെ അപ്പുറത്ത് കൃത്യമായിട്ട് എനിക്ക് ചാടി ഇറങ്ങാൻ സാധിക്കുന്നു. ഞാൻ ജയിൽ ചാടിയിരിക്കുന്നു. ഇതൊരു കഥയല്ല, മറിച്ച് യഥാർത്ഥത്തിൽ നടന്നതാണെങ്കിൽ നമ്മളതിനെ കൺകെട്ട് വിദ്യയെന്നോ മാജിക് എന്നോ മെൻ്റലിസം എന്നൊക്കെ ആയിരിക്കും വിശേഷിപ്പിക്കുക. പക്ഷേ ഇതൊന്നുമല്ലാതെ ശാസ്ത്രീയമായിട്ട് ഇതേ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. എന്നാൽ നമ്മൾ കാണുന്ന ഇത്രയധികം വലിപ്പമുള്ള മനുഷ്യരുള്ള ഈ ലോകത്തല്ല. ഈ മനുഷ്യരുടെയൊക്കെ ഉള്ളിലേക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ ഇവിടെയുള്ള സകല പദാർത്ഥങ്ങളുടെയും ഉള്ളിലേക്ക് പോകുമ്പോൾ നമുക്കവിടെ ആറ്റങ്ങളെ കാണാൻ സാധിക്കും. ആ ആറ്റത്തിൻ്റെയും വളരെയധികം ഉള്ളിലേക്ക് പോവുകയാണെങ്കിൽ ആ ആറ്റത്തിനേക്കാൾ ചെറിയ സബാറ്റോമിക് പാർട്ടിക്കിൾസിനെ നമുക്ക് കാണാൻ സാധിക്കും. ആ സബാറ്റോമിക് പാർട്ടിക്കിൾസിൻ്റെ ലോകത്താണ് ഈ കാര്യങ്ങൾ സംഭവിക്കുന്നത്. 1980-കളിലൊക്കെ ഇത് വെറും തിയററ്റിക്കലായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ മാത്രമായിരുന്നു. അന്നുണ്ടായിരുന്ന ഒരു ഗവേഷകരും ചിന്തിച്ചിട്ട് പോലും കാണില്ല ഇത് പ്രാക്ടിക്കലി നമുക്ക് ഇംപ്ലിമെൻ്റ് ചെയ്ത് കാണിക്കാൻ സാധിക്കുമെന്ന്. അന്നത്തെ തിയറി ക്വാണ്ടം ടണലിംഗ് ആണ്. അത് ബാധകമാകുന്നത് ഇലക്ട്രോൺസ് പോലുള്ള സബാറ്റോമിക് പാർട്ടിക്കിൾസിലുമാണ്. ഒരു ഇലക്ട്രോണിന് മുൻപിലുള്ള തടസ്സം മറികടക്കാനുള്ള ഊർജ്ജമില്ലെങ്കിൽ അതൊരിക്കലും മറികടക്കുകയില്ലെന്നായിരിക്കും നമ്മൾ ചിന്തിക്കുക. പക്ഷേ ക്വാണ്ടം ഫിസിക്സിൻ്റെ ഭാഷയിൽ അത് സാധിക്കും, ക്വാണ്ടം ടണലിംഗ് എന്ന ഒരു പ്രോസസ്സിലൂടെ. പിന്നീട് 1984-85 വർഷങ്ങളിൽ
ഒരു വലിയ കൂട്ടം ഇലക്ട്രോണുകളിൽ ഇതേ പ്രക്രിയ തന്നെ സംഭവിക്കുമെന്ന് തെളിയിക്കപ്പെട്ടു. ഒന്നോ രണ്ടോ ഇലക്ട്രോണുകളല്ല, ദശലക്ഷക്കണക്കിന് വരുന്ന ഇലക്ട്രോണുകൾ. പക്ഷേ അത്തരത്തിലുള്ളൊരു പ്രോസസ്സ് നടക്കണമെങ്കിൽ ആ ഇലക്ട്രോൺസിനൊക്കെ ഒരു പ്രത്യേക അവസ്ഥ ഉണ്ടായിരിക്കണം. ആ പ്രത്യേക അവസ്ഥയുടെ പേരാണ് സൂപ്പർ കണ്ടക്ടർ അല്ലെങ്കിൽ സൂപ്പർ കണ്ടക്ടിവിറ്റി. ഒരു മെറ്റലിനെ അല്ലെങ്കിൽ ഒരു പദാർത്ഥത്തെ വളരെയധികം കുറഞ്ഞ താപനിലയിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ, അല്ലെങ്കിൽ ആബ്സല്യൂട്ട് സീറോ എന്ന് പറയുന്ന ഒരു താപനിലയുടെ വളരെ അരികിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ അതിലടങ്ങിയിരിക്കുന്ന ഇലക്ട്രോണിന് ഈ ഒരു പ്രത്യേക അവസ്ഥയുണ്ടാകും. എല്ലാ എലമെൻറ്റുകളെയും 0 കെൽവിൻ അല്ലെങ്കിൽ -273 ഡിഗ്രി സെൽഷ്യസിലേക്ക് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. 250 കെൽവിൻ അല്ലെങ്കിൽ -23 ഡിഗ്രി സെൽഷ്യസിൽ ലന്താനം ഡെക്കാഹൈഡ്രേറ്റിനെ നമുക്ക് സൂപ്പർ കണ്ടക്ടിവിറ്റി ഉള്ള ഒരു പദാർത്ഥമാക്കി മാറ്റിയെടുക്കാൻ സാധിക്കും. ഈ ഒരു അവസ്ഥയിലേക്ക് ഇലക്ട്രോണുകൾ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ അവിടെ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു പ്രതിഭാസമില്ല. ഒരു തടസ്സവുമില്ലാതെ, ഒരു നാശനഷ്ടവുമില്ലാതെ ഇലക്ട്രോൺസിന് സഞ്ചരിക്കാൻ സാധിക്കും. അതായത് ഒരു ലോസുമില്ലാതെ വൈദ്യുതിയുടെ ഒരു പ്രവാഹമുണ്ടാകും. നമ്മൾ വളരെ ചെറിയ ക്ലാസ്സുകൾ പഠിച്ചിട്ടുള്ളതാണ് V=IR. അവിടെ പറയുന്ന R എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ തടസ്സമാണ്. സൂപ്പർ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ഇലക്ട്രോണുകൾ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു തടസ്സവുമില്ലാതെ വൈദ്യുതി ഒഴുകിക്കൊണ്ടേയിരിക്കും. വൈദ്യുതിയുടെ ഒരു നഷ്ടവും നമുക്ക് സംഭവിക്കില്ല. ഇപ്പോൾ 2025 ആ കണ്ടെത്തലിന് അവർക്ക് നൊബേൽ പുരസ്കാരവും കിട്ടിയിരിക്കുന്നു. മന്ത്രവിദ്യയാണ്, ജാലവിദ്യയാണെന്നൊക്കെ ഒരു കാലഘട്ടത്തിൽ ആളുകൾ വിശേഷിപ്പിച്ചിരുന്ന ഒരു തിയറി, ആ തിയറി പ്രാക്ടിക്കലി തെളിയിക്കപ്പെടുമെന്ന് ആരും വിശ്വസിച്ചിരുന്നില്ല. ഗവേഷകർ പോലും വിശ്വസിച്ചിരുന്നില്ല. അങ്ങനെ അസാധ്യമെന്ന് കരുതിയിരുന്ന കാര്യമാണ് അവർ സാധ്യമാക്കി മാറ്റിയത്. അതുകൊണ്ട് മനുഷ്യർക്ക് എന്ത് പ്രയോജനമാണ്, ആളുകൾക്ക് എന്ത് ആപ്ലിക്കേഷനാണ് അത് തരുന്നതെന്നൊക്കെ ആയിരിക്കും നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത്. നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാൾ വലിയ നേട്ടങ്ങളാണ് അത് നിലവിൽ സമ്മാനിച്ചു കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഭാവിയിൽ സമ്മാനിക്കാൻ പോകുന്നത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആപ്ലിക്കേഷൻ അത് ക്വാണ്ടം കമ്പ്യൂട്ടറാണ്. ഡിജിറ്റൽ കമ്പ്യൂട്ടറുകളുടെ ഭാഷ ബിറ്റുകളിലാണ് നമ്മൾ രേഖപ്പെടുത്തുന്നത്. മെഷീൻ ലാംഗ്വേജ് 1-0, ഒന്നിൻ്റെയും പൂജ്യത്തിൻ്റെയും ഒരുപാട് കോമ്പിനേഷനുകൾ. അതൊരു സ്വിച്ച് പോലെയാണ്. ആ സ്വിച്ച് ഓൺ ആയിരിക്കുമ്പോൾ അത് 1 ആയിരിക്കും, അത് ഓഫ് ആയിരിക്കുമ്പോൾ അത് 0 ആയിരിക്കും. പക്ഷേ ക്വാണ്ടം കമ്പ്യൂട്ടറിലേക്ക് വരുമ്പോൾ അവിടെ 1ഉം 0ഉം മാത്രമല്ല, ഒരേ സമയത്ത് 1ഉം ഒരേ സമയത്ത് 0ഉം ആയിരിക്കാനുള്ള സാധ്യതയുണ്ട്. ഒരു സ്വിച്ച് ഓൺ ആയിരിക്കാനും ഓഫ് ആയിരിക്കാനും സാധ്യതയുണ്ട്. അതിനോടൊപ്പം തന്നെ ഒരേ സമയം ഓണും ഓഫുമായിരിക്കാൻ സാധ്യതയുണ്ട്. അതങ്ങനെ സാധ്യമാക്കുന്നത് ക്വാണ്ടം ടണലിംഗ് ആണ്. നമുക്കിത് വളരെ സിമ്പിളായി ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. നിങ്ങൾ ഒരു വലിയ കുന്ന് സങ്കല്പിക്കുക. ആ കുന്നിൻ്റെ 2 വശങ്ങളിലായിട്ട് 2 വ്യത്യസ്തമായിട്ടുള്ള താഴ്വാരങ്ങളുണ്ട്. ഇടതുവശത്തെ താഴ്വാരം അത് 0 അല്ലെങ്കിൽ അവിടെ വൈദ്യുതി ഇല്ല. വലതുവശത്തെ താഴ്വാരത്തിൽ 1 ആണ്, അല്ലെങ്കിൽ അവിടെ വൈദ്യുതി ഉണ്ട്. 0 അവസ്ഥയിലുള്ള ഇലക്ട്രോണിന് 1 എന്ന അവസ്ഥയിൽ എത്തിച്ചേരണമെങ്കിൽ ആ കുന്ന് കയറി അതിൻ്റെ അപ്പുറത്തിറങ്ങണം. പക്ഷേ കുന്ന് കയറാനുള്ള ശേഷി നമ്മുടെ ഇലക്ട്രോണിനില്ല. മുൻപ് പറഞ്ഞ ജയിൽ പുള്ളിയുടെ അതേ കേസ് തന്നെ. പക്ഷേ ഇലക്ട്രോൺ കുന്നു കയറാൻ ശ്രമിക്കുന്നുണ്ട്. ആ കുന്നുകയറ്റത്തിൻ്റെ ശ്രമത്തിനിടയിൽ ഒരു പ്രത്യേക മന്ത്രമൊന്നും ഞാനിവിടെ പറയുന്നില്ല, കാരണം ശാസ്ത്രത്തിൽ അങ്ങനെയുള്ള ഒരു മന്ത്രവുമില്ല. ക്വാണ്ടം ഫിസിക്സിൽ ഒരു പ്രതിഭാസം നടക്കുന്നു. ആ പ്രതിഭാസമാണ് ക്വാണ്ടം ടണലിംഗ്. ആ കുന്നിൻ്റെ ഇടയിൽ ഒരു ടണൽ രൂപപ്പെടുന്നു. ആ ടണലിൻ്റെ ഉള്ളിലൂടെ വളരെ പെട്ടെന്ന്, വളരെ അനായാസമായി ഇലക്ട്രോണിന് 1 എന്ന താഴ്വരയിൽ എത്തിച്ചേരാൻ സാധിക്കുന്നു. ഇത് മറ്റൊരു സാധ്യതയ്ക്ക് കൂടി വഴിവെക്കുകയാണ്. ഇലക്ട്രോൺ 0ൽ നിന്നും ക്വാണ്ടം ടണലിങ്ങിലൂടെ 1ലേക്ക് പോകുമ്പോൾ അതിനിടയിലുള്ള ആ ഇൻസ്റ്റൻറ്റിൽ അത് 0ലുമല്ല, അത് 1ലുമല്ല, അത് 2നും ഇടയിലാണ്. അതായത് ഒരേ സമയം അത് 0ലുമാണ് 1ലുമാണ്. ഇതിനെയാണ് നമ്മൾ സൂപ്പർ പൊസിഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ക്വാണ്ടം കമ്പ്യൂട്ടറിൽ 1ഉം 0ഉം മാത്രമല്ല, അഡീഷണലായിട്ട് ഒരു ബിറ്റ് കൂടിയുണ്ട്. അതാണ് ഒരേ സമയം 1ഉം 0ഉം ആകാനുള്ള സാധ്യത. ഇതിനെ നമ്മൾ ബിറ്റ് എന്ന് പറയില്ല. ഇത് 3ഉം നമുക്ക് ക്യൂബിറ്റുകളാണ്. ക്യൂബിറ്റുകൾ ഉപയോഗിച്ച് ഒരു ക്വാണ്ടം കമ്പ്യൂട്ടർ പ്രവർത്തിക്കുമ്പോൾ അവിടുത്തെ സാധ്യതകൾ അനന്തമാണ്. നമുക്ക് ഇപ്പോഴും കണ്ടെത്താൻ സാധിക്കാത്ത വളരെ മാരകമായിട്ടുള്ള രോഗങ്ങളുടെ മരുന്ന് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. മരുന്നുകൾ കണ്ടുപിടിക്കണമെങ്കിൽ ആ രോഗമുണ്ടാക്കാൻ കാരണക്കാരനായിട്ടുള്ള വൈറസിനെ കുറിച്ചുള്ള സകല വിവരങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. അതിൻ്റെ സകല പ്രത്യേകതകളും അറിയാൻ സാധിക്കണം. ആ പ്രത്യേകതകൾ നമുക്ക് പറഞ്ഞു തരുന്നതിൽ ക്വാണ്ടം കമ്പ്യൂട്ടറായിരിക്കും വിജയിക്കുക. സാധാരണ കൺവെൻഷണൽ ഡിജിറ്റൽ കമ്പ്യൂട്ടറുകൾ എത്ര യുഗങ്ങളെടുത്ത് പഠിച്ചാൽ പോലും ആ വിവരങ്ങൾ നമുക്ക് ഡീകോഡ് ചെയ്യാൻ സാധിക്കില്ല.
അതിനുശേഷം ആ വൈറസിനെ ഒതുക്കാൻ സാധിക്കുന്ന കെമിക്കലുകളുടെ ഒരു കോമ്പിനേഷൻ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ആ കോമ്പിനേഷൻ ഉണ്ടാക്കിയെടുക്കാനും മനുഷ്യനോ അല്ലെങ്കിൽ ഡിജിറ്റൽ കമ്പ്യൂട്ടറുകൾക്കോ പെട്ടെന്നൊന്നും സാധിക്കുന്ന കാര്യമല്ല. പക്ഷേ ക്വാണ്ടം കമ്പ്യൂട്ടറുകൾക്ക് വളരെ പെട്ടെന്ന് തന്നെ അത് സാധിക്കും. അനവധി കോമ്പിനേഷനുകളുണ്ട്, ഒരുപാട് കെമിക്കലുകളുണ്ട്. ഓരോ കെമിക്കലുകളിലും എത്ര ശതമാനം വീതം ആ ഡ്രഗിൽ അടങ്ങിയിരിക്കണമെന്ന് നമുക്ക് കണ്ടെത്താം. കൂടാതെ ഇത്തരത്തിലുള്ള ഒരു ഡ്രഗ് ഒരു രോഗി കഴിക്കുകയാണെങ്കിൽ അയാൾക്ക് എന്തൊക്കെ തരത്തിലുള്ള സൈഡ് എഫക്ട്സ് ഉണ്ടാകുമെന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇലക്ട്രിക് വാഹനങ്ങളുടെ ഈ കാലഘട്ടത്തിൽ ബാറ്ററികൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. വളരെയധികം ലൈഫ് ടൈം പീരീഡുള്ള ഒരു ബാറ്ററി, അതിന് കൂടുതൽ കപ്പാസിറ്റിയും ഉണ്ടായിരിക്കണം. ഒരു തവണ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് നേരം നമുക്കത് ഉപയോഗിക്കാൻ സാധിക്കണം. അങ്ങനെയുള്ള ആ ബാറ്ററിയുടെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന കെമിക്കലുകളുടെ കോമ്പിനേഷനുകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ ക്വാണ്ടം കമ്പ്യൂട്ടറുകൾ നമ്മളെ സഹായിക്കും. സോളാർ പാനലുകൾ നമ്മൾ വളരെ വ്യാപകമായി തന്നെ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ അത് നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളി സാധാരണഗതിയിൽ കോൾ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ഡാമുകൾ ഉപയോഗിച്ചിട്ടോ ഉൽപ്പാദിപ്പിക്കുന്ന അത്രയും ഊർജ്ജം നമുക്കിതുകൊണ്ട് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ ആ സോളാർ പാനലുകൾ ഒരു പ്രത്യേക മെറ്റീരിയലുകൾ കൊണ്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നിർമ്മിക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതലായി സോളാർ എനർജിയെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന വൈദ്യുതി ഊർജ്ജമാക്കി മാറ്റാൻ സാധിക്കും. ആ കെമിക്കലുകളുടെ കോമ്പിനേഷൻ കണ്ടുപിടിക്കാനും ക്വാണ്ടം കമ്പ്യൂട്ടറുകൾ നമ്മളെ സഹായിക്കും. കുറഞ്ഞ ചെലവിൽ അനേകം യാത്രക്കാർക്ക് സഞ്ചരിക്കാൻ സാധിക്കുന്ന ഭാരക്കുറവുള്ള എന്നാൽ വളരെയധികം പവർഫുള്ളായിട്ടുള്ള ഒരു വിമാനത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? പല വിമാന കമ്പനികളും അത്തരത്തിലുള്ള ചിന്തകളിലാണ്. ഇപ്പോൾ ഉപയോഗിക്കുന്ന ഡ്യൂറാ അലുമിനിയം ഒക്കെ പകരമായി വേറെയും കോമ്പിനേഷനുകൾ, വേറെയും അലോയികൾ ഉണ്ടാക്കിയെടുക്കണം. അങ്ങനെ അലോയികൾ ഉണ്ടാക്കിയെടുക്കാനും ക്വാണ്ടം കമ്പ്യൂട്ടറുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഷെയർ മാർക്കറ്റ് വളരെയധികം വോളറ്റൈലാണ്. അവിടെയുള്ള ഓരോ ഷെയറിൻ്റെയും വാല്യൂ എപ്പോൾ എങ്ങനെയൊക്കെ മാറുമെന്ന് കൃത്യമായിട്ട് ആർക്കും പറയാൻ സാധിക്കില്ല. പലപ്പോഴും ഇതൊക്കെ ഊഹാപോഹങ്ങളായിട്ട് മാറുകയാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് പോലും ഇത് പലപ്പോഴും കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നില്ല. എന്നാൽ ക്വാണ്ടം കമ്പ്യൂട്ടറിന് ഒരുപാട് ഫീച്ചറുകളുടെ പ്രാധാന്യം മനസ്സിലാക്കി അതിൻ്റെ പാറ്റേണുകളുടെ അടിസ്ഥാനത്തിൽ ഓരോ ഷെയറും ഭാവിയിൽ ഉണ്ടാക്കാൻ പോകുന്ന മാറ്റങ്ങൾ ഏകദേശം എത്രമാത്രമാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലൂടെ പ്രവർത്തിക്കുന്ന ഒരുപാട് ആപ്പുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ആ ആപ്പുകൾക്കൊക്കെ എങ്ങനെയാണ് അങ്ങനെ പ്രവർത്തിക്കാൻ സാധിക്കുന്നത്? അതിനെ അത്തരത്തിൽ പ്രവർത്തനക്ഷമമാക്കി മാറ്റിയെടുക്കുന്നത് ഒരു ലേണിംഗ് പ്രോസസ്സാണ്. നമ്മളതിനെ മെഷീൻ ലേണിംഗ് എന്ന് വിളിക്കുന്നു. മെഷീൻ ലേണിങ്ങിന് വളരെയധികം കമ്പ്യൂട്ടേഷണൽ കോംപ്ലക്സിറ്റികൾ കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന വളരെ നൂതനമായിട്ടുള്ള GPUകൾ അനിവാര്യമാണ്. വളരെയധികം കാര്യശേഷിയുള്ള GPUകൾ നിർമ്മിക്കാനും ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് നമ്മളെ സഹായിക്കും. സൈബർ സെക്യൂരിറ്റിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ഒരു ഇരുതല മൂർച്ചയുള്ള വാളാണ്. അതുപയോഗിച്ച് ഹാക്കേഴ്സിന് വേണമെങ്കിൽ നമ്മുടെ വിവരങ്ങൾ ചോർത്തിയെടുക്കാൻ സാധിക്കും. നമ്മൾ മറ്റൊരാൾക്ക് അയക്കുന്ന ഒരു സന്ദേശം അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ, ആ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷനിലെ ഡേറ്റ എൻക്രിപ്റ്റഡ് ആയിട്ട്, അതായത് മറ്റൊരാൾക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ സാധിക്കാത്ത ഭാഷയിലാണ് അയക്കുന്നത്. പക്ഷേ ഒരു ഹാക്കറിന് ക്വാണ്ടം കമ്പ്യൂട്ടറിൻ്റെ ആക്സസിബിലിറ്റി കിട്ടുകയാണെങ്കിൽ അയാൾക്ക് വളരെ അനായാസമായിട്ട് അത് ഡീകോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. പക്ഷേ ഇതേ ക്വാണ്ടം കമ്പ്യൂട്ടർ ഉപയോഗിച്ച് തന്നെ അതിന് തടയിടാനും നമ്മളെ കൊണ്ട് സാധിക്കും. അതിനെയാണ് ക്വാണ്ടം ക്രിപ്റ്റോഗ്രഫി എന്ന് പറയുന്നത്. അതിലൂടെ ക്വാണ്ടം കമ്പ്യൂട്ടർ ഉപയോഗിച്ചാൽ പോലും ഡീകോഡ് ചെയ്യാൻ സാധിക്കാത്ത തരത്തിലുള്ള എൻക്രിപ്റ്റഡ് സന്ദേശങ്ങൾ അയക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കും. ഡാർക്ക് മാറ്ററുമായി ബന്ധപ്പെട്ട് അനവധി പഠനങ്ങൾ നടക്കുന്നുണ്ട്. നമ്മൾ ഈ കാണുന്ന പ്രപഞ്ചത്തിൽ വെറും 5% മാത്രമാണ് ആറ്റങ്ങൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ള, നമുക്ക് കാണാൻ സാധിക്കുന്ന, മനസ്സിലാക്കാൻ സാധിക്കുന്ന പദാർത്ഥങ്ങളുള്ളത്. നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും ന്യൂട്രോൺ സ്റ്റാറുകളും ബ്ലാക്ക് ഹോളുകളും പൾസാറുകളും ഒക്കെ ഇത്തരം 5% വരുന്ന പദാർത്ഥങ്ങൾ മാത്രമാണ്. ബാക്കി 95% എന്താണെന്ന് നമുക്കറിയില്ല. അതിൽ തന്നെ 68% ഡാർക്ക് എനർജിയാണ്. ഡാർക്ക് എനർജി കാരണമാണ് പ്രപഞ്ചം വികസിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പിന്നിലുള്ള റീസൺ എന്താണെന്ന് നമുക്കറിയില്ല. അവശേഷിക്കുന്ന 27% ഡാർക്ക് മാറ്ററാണ്. ഈ ഡാർക്ക് മാറ്റർ എന്താണെന്ന് നമുക്കറിയില്ല. ഡാർക്ക് മാറ്റർ ഉണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമാണ്, അല്ലെങ്കിൽ ആ പ്രതിഭാസം ഉണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഡാർക്ക് മാറ്ററിനെ കണ്ടെത്താനും ക്വാണ്ടം ടണലിംഗ് നമുക്ക് ഉപയോഗിക്കാം. അതിന് വളരെ വളരെ സെൻസിറ്റീവായിട്ടുള്ള ഒരു ടൂള് നമുക്ക് വേണം. അത്തരത്തിലുള്ള ക്വാണ്ടം ടണലിങ്ങിൻ്റെ ഒരു ടൂളാണ് ജോസഫ്സൺ ജംഗ്ഷൻ. അതിൽ പ്രധാനമായും 2 സൂപ്പർ കണ്ടക്ടേഴ്സ് ഉണ്ട്. ഈ 2 സൂപ്പർ കണ്ടക്ടേഴ്സും വളരെ വളരെ അടുത്തായിട്ടാണ് നിലകൊള്ളുന്നത്.
അതിൻ്റെ ഇടയിൽ ഇൻസുലേറ്ററുമുണ്ട്. വളരെ വളരെ നേർത്ത ഒരു ഇൻസുലേറ്റർ എന്ന് പറഞ്ഞാൽ വൈദ്യുതിയെ ഒരു കാരണവശാലും കടത്തിവിടാത്ത പദാർത്ഥമെന്നാണ്. ഒരു സൂപ്പർ കണ്ടക്ടറിലുള്ള ഇലക്ട്രോണിന് മറ്റേ സൂപ്പർ കണ്ടക്ടറിലേക്ക് ഈ ഇൻസുലേറ്റർ ഉള്ളതുകൊണ്ട് പോകാൻ സാധിക്കില്ലെന്നാണ് നമ്മുടെ കൺവെൻഷണൽ ഫിസിക്സ് പറയുന്നത്. പക്ഷേ ക്വാണ്ടം ഫിസിക്സ് അനുസരിച്ച് ക്വാണ്ടം ടണലിങ്ങിലൂടെ ഇലക്ട്രോണുകൾക്ക് അപ്പുറത്തേക്ക് പോകാൻ സാധിക്കും, അപ്പുറത്തുള്ള ഇലക്ട്രോണുകൾക്ക് ഇപ്പുറത്തേക്ക് വരാനും സാധിക്കും. അത് കാരണം വളരെ വളരെ മൈന്യൂട്ടായിട്ടുള്ള ഒരു ഇലക്ട്രിസിറ്റിയുടെ ഫ്ലോയും അവിടെ നടക്കുന്നുണ്ട്. ജോസഫ്സൺ ജംഗ്ഷൻ വളരെ വളരെ സെൻസിറ്റീവായിട്ടുള്ള ഒരു ടൂളാണ്. അതിൽ ചെറിയൊരു വ്യതിചലനം സംഭവിച്ചാൽ പോലും അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കറണ്ട് ഫ്ലോയെ അത് ബാധിക്കപ്പെടും. ഒരു ചെറിയ ഫോട്ടോണിൻ്റെ സാന്നിധ്യം ഉണ്ടായാൽ പോലും ഈ വ്യത്യാസം നമുക്ക് കാണാൻ സാധിക്കും. ഡാർക്ക് മാറ്റർ വളരെ വളരെ വീക്ക്ലി ഇൻട്രാക്ട് ചെയ്യുന്ന ഒരു പദാർത്ഥമാണെന്നാണ് തിയറിറ്റിക്കലി നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. ചില തിയറികൾ അനുസരിച്ച് അത് ഒരു രീതിയിലും ഇൻട്രാക്ട് ചെയ്യില്ല, എന്നാൽ മറ്റ് ചില കോൺസെപ്റ്റുകൾ അനുസരിച്ച് അല്ലെങ്കിൽ ഹൈപ്പോത്തിസിസുകൾ അനുസരിച്ച് വളരെ വളരെ സെൻസിറ്റീവായിട്ട് അത് ഇൻട്രാക്ട് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അത്തരത്തിൽ വളരെ വളരെ ചെറിയ ഒരു സെൻസിറ്റിവിറ്റി കാരണം ഒരു ഇൻട്രാക്ഷൻ അവിടെ നടക്കുകയാണെങ്കിൽ ആ ഇൻട്രാക്ഷനെ മനസ്സിലാക്കാൻ ജോസഫ്സൺ ജംഗ്ഷന് സാധിക്കും. നിലവിൽ നമുക്ക് നല്ല വേഗതയിൽ ഇൻ്റർനെറ്റ് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. അതിൽ ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ പങ്ക് വളരെ വലുതാണ്. എന്നാൽ ഈ ഒപ്റ്റിക്കൽ ഫൈബർ അതിൻ്റെ മാക്സിമം വേഗതയിലല്ല ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. അതിലൂടെ പോകുന്ന സിഗ്നലുകൾ പ്രകാശമാണ്. ആ പ്രകാശം ശരിക്കും പ്രകാശത്തിൻ്റെ വേഗതയിലല്ല സഞ്ചരിക്കുന്നത്. ആ പ്രകാശം കടന്നു പോകുന്നത് ഗ്ലാസിൻ്റെ ഉള്ളിലൂടെയാണ്. ഗ്ലാസിൻ്റെ ഉള്ളിലൂടെ തന്നെ റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്നത് കൊണ്ട് അവിടെ ശരിക്കും ഒരു ലോസ് ഉണ്ടാകുന്നുണ്ട്. കുറേയൊക്കെ പ്രകാശത്തെ ആ ഗ്ലാസ് ഉള്ളിലേക്ക് വലിച്ചെടുക്കുന്നുണ്ട്, വേഗതയിലും കുറവ് സംഭവിക്കുന്നു. എന്നാൽ ആ ഗ്ലാസിനെ മാറ്റി അവിടെ നമുക്ക് എയർ ആക്കാൻ സാധിച്ചാലോ അല്ലെങ്കിൽ വായുവാക്കാൻ സാധിച്ചാലോ നിലവിലുള്ള ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ വേഗതയേക്കാൾ ഒരു 30% കൂടുതൽ വേഗതയിൽ സിഗ്നലിന് ട്രാൻസ്മിറ്റ് ചെയ്യാൻ സാധിക്കും. ഇത് പറയും പോലെ അത്ര എളുപ്പമുള്ള ഒരു പ്രോസസ്സൊന്നും ആയിരുന്നില്ല. ഏതാണ്ട് 40 വർഷക്കാലമാണ് ഗവേഷകർ ഇതിൻ്റെ പിന്നാലെ പഠനങ്ങളുമായിട്ട് നടന്നത്. സൗത്ത് ആംപ്ടണിലെയും മൈക്രോസോഫ്റ്റിലെയും ഗവേഷകരാണ് ഒടുവിൽ അത് ഇപ്പോൾ യാഥാർത്ഥ്യമാക്കി മാറ്റിയത്. അതിനുവേണ്ടി അവർ ഒരു പ്രത്യേക ഘടനയിലുള്ള ഒരു എയർ ഷെൽ ഉണ്ടാക്കിയെടുത്തു. ആ എയർ ഷെല്ലിൻ്റെ ഉള്ളിലൂടെയാണ് ഇനി പ്രകാശം കടന്നു പോകുന്നത്. അങ്ങനെ പ്രകാശം കടന്നു പോകുമ്പോൾ അവിടെ വേഗത താരതമ്യേന കുറയില്ല, കൂടാതെ സിഗ്നലിൻ്റെ ലോസും ഉണ്ടാകില്ല. ഇൻ്റർനെറ്റ് ഇനിയും കൂടുതൽ വേഗതയിൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഇപ്പോൾ ഞാൻ ഒരുപാട് ഫാക്റ്റുകളെക്കുറിച്ച് പറഞ്ഞു. 2025 നടന്നിട്ടുള്ള ഒരുപാട് ശാസ്ത്രീയമായിട്ടുള്ള കണ്ടെത്തലുകൾ. ഇതിൽ നിങ്ങളെ ഏറ്റവും കൂടുതൽ ത്രസിപ്പിച്ച കണ്ടെത്തൽ അത് ഏതായിരുന്നു? ഏതാണെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ഞാനൊരു 25 മെമ്മറി ട്രിക്കുകൾ പറഞ്ഞു തരാം. ഈ ട്രിക്കുകൾ ഉപയോഗിച്ച് എത്ര കടുകട്ടിയായിട്ടുള്ള വിഷയങ്ങളും വളരെ ഈസി ആയിട്ട് പഠിക്കാനും ദീർഘനാളത്തേക്ക് നിങ്ങളുടെ ഓർമ്മശക്തിയിൽ സൂക്ഷിക്കാനും സാധിക്കും. ഈ 25 മെമ്മറി ട്രിക്കുകൾ ഒരു കോഴ്സിൻ്റെ രൂപത്തിൽ ബ്രൈറ്റ് കെയർലൈറ്റിൻ്റെ വെബ്സൈറ്റിലും മൊബൈൽ ആപ്ലിക്കേഷനിലും ഇപ്പോൾ അവൈലബിൾ ആണ്. 3000 രൂപയാണ് ഈ കോഴ്സിൻ്റെ ഫീ. എന്നാൽ നിങ്ങൾ ഇപ്പോൾ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ 20% ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്. അതിനുവേണ്ടി സ്ക്രീനിൽ കാണുന്നത് പോലെ MBK20 എന്ന പ്രൊമോ കോഡ് ഉപയോഗിക്കുക. ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ ഇപ്പോൾ തന്നെ പരിശോധിക്കുക. കൂടുതൽ സംശയങ്ങളുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൂടെയോ ഫേസ്ബുക്കിലൂടെയോ അല്ലെങ്കിൽ മെയിലിലൂടെയോ നിങ്ങൾക്ക് എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഇവയുടെ എല്ലാ ലിങ്കുകൾ ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും കൊടുത്തിട്ടുണ്ട്.